ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ സാരി എടുത്തുകൊണ്ട് ഒരു ജോലി ചെയ്യണമെങ്കിൽ ഞാൻ ഒരു നൈറ്റി എടുത്തിടും. അതുപോലെ ഞാൻ സുഖമായിട്ടും പിള്ളേരുമായിട്ട് ചുമ്മാ ഇത് മതി, കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ, തൽക്കാലം ഇത് മതി എന്നും പറഞ്ഞ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന വേഷത്തിൽ നമ്മൾ പോകും. അതൊക്കെ നമ്മുടെ സ്വന്തം കുടുംബത്തിലോ സ്വന്തമായ ആവശ്യങ്ങൾക്കോ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അതിന് നമ്മുടെ ഭർത്താവിനോ മക്കൾക്കോ ഒന്നും അച്ഛനും അമ്മയ്ക്കും ആർക്കും എതിരില്ല. പക്ഷേ നമ്മളൊരു ഒരു പൊതുസ്ഥലത്ത് വലിയൊരു ആൾക്കാർ കൂടുന്ന കല്യാണം, അല്ലെങ്കിൽ ഒരു സമ്മേളനം, അല്ലെങ്കിൽ ഒരു വലിയ മീറ്റിങ്, ഈ സംഘടനാ തലത്തിൽ തന്നെ ആയിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പലതരത്തിലുള്ള ആൾക്കാരാണ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഇതിൽ അവർ നോക്കുന്ന ഓരോ ആംഗിളിലായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ ഇതാരാ, ഇല്ല കൊച്ചല്ലേ ഇത്, അയ്യോ ഇങ്ങനത്തെ വേഷമൊന്നും അത് ഇടാറില്ലായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ, അതിന് മുമ്പ് നമ്മൾ കാണുന്നിടം വരെ മര്യാദയ്ക്ക് വേഷം ഇട്ടുകൊണ്ട് നടന്ന പിള്ളേരൊക്കെ ഇപ്പം ഈ വേഷരീതി മാറിയപ്പോൾ അതും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ തുണി വേണ്ടെന്നാണോ എന്ന് ചോദിക്കുന്ന മഹാന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ചെയ്യരുതെന്നല്ല, അത് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം. ഇപ്പം ഒരുപാട് ജനം കൂടുന്ന ഒരു സ്ഥലത്ത് വരുമ്പം ആ മാന്യത എന്താണ്, അതാണ് സദസ്സറിഞ്ഞ് പെരുമാറുക എന്ന് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം. സദസ്സറിഞ്ഞ് വേഷം ചെയ്യുക.